ഹലോ, ഇന്ന് നമുക്കൊരു ഗ്രീൻ പീസ് കറി സിമ്പിളായിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച 2 കപ്പ് ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നിങ്ങളെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാം. ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, അത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രീൻ പീസ് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ ഒന്ന് മൂടി വെച്ച് ഒരു 4 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ആക്കാം. ഇതിപ്പോൾ ഇവിടെ 4 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഗ്രീൻ പീസിൻ്റെ വേവിനനുസരിച്ചിട്ട് വേണം വിസിലിൻ്റെ എണ്ണം കൂട്ടാനായിട്ട്. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുത്തി ഉടച്ചു കൊടുക്കാം. നല്ല തിക്ക് ഗ്രേവി വേണമെങ്കിൽ നന്നായിട്ട് ഉടച്ചു കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുതായി ഒന്ന് ഉടച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വെക്കാം. ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ആക്കാം കേട്ടോ. വെളിച്ചെണ്ണ ആണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. എണ്ണ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നാൽ ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയും കറിവേപ്പിലയാണ്. ഞാനിവിടെ 6 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ ഗ്രീൻ പീസ് വേവിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇങ്ങനെ ചേർക്കുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി വേവിച്ച് വെച്ച ഗ്രീൻ പീസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് തന്നെ ഗ്രേവിക്ക് തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ നന്നായി ഒന്ന് ഉടച്ചും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ രുചികരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ്. ഞാനിവിടെ പുട്ടിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. നമുക്കിത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും അടിപൊളിയായിട്ട് കഴിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗൈൻ ഇൻ അനദർ വീഡിയോ.